വേണ്ട വേണ്ട, ഏമാൻ അവിടെ തന്നെ ഇരുന്നാ മതി. അടിയൻ അങ്ങോട്ട് വരാം. സാറിനെ ഒന്നുകൂടെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. പുറത്തു നിൽക്കുന്ന ആ കാക്കിക്കാരൻ മൊശകോടൻ അവൻ കടത്തിവിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു എന്നായിരിക്കും. എന്താ ഒരു മതില്, സെൻട്രൽ ജയില് പോലല്ലേ കെട്ടിവെച്ചിരിക്കുന്ന. ഒരല്പം ബുദ്ധിമുട്ടി. അതെ, ഒരു സംശയം. ഇവിടെ കള്ളനോട്ടടി വല്ലതും ഉണ്ടോ സാറിന്? ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അതോ ഓർമ്മ വരണേ 3 അണ്ണാക്കിലോട്ട് തള്ളണോ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. കുറെ കാശും ജയില് പോലത്തെ ഒരു വീടും ഉണ്ടെന്ന് കരുതി എന്തഹങ്കാരം കാണിക്കാമെന്ന് വിചാരിക്കരുത്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ആരാ നമ്മുടെ ഈ 2 കാലും തല്ലി ഓടിച്ചത്? കയ്യിലൊരു പതാണല്ലോ. എന്നെ പോലത്തെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടത്രേ. ശരിയാ, പഠിപ്പും തൊഴിലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ കൊള്ളയടിക്കാനും കൊല്ലാനും നടക്കല്ല. വീടും കൊട്ടാരവും ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കുണ്ട് മാനവും അന്തസ്സും ഒക്കെ. ഇന്നലെ തോക്കെടുത്ത് മാനത്തെ കുണ്ടവിട്ട് എന്നെ പേടിപ്പിച്ചില്ലേ? ആണാണെങ്കി ഇപ്പൊ വെക്കടാ വെടി. വെക്കടാ. എന്ത് വെക്കണ്ടേ? കൈ പൊങ്ങുന്നില്ലല്ലേ? ഇത് അധ്വാനിക്കുന്ന ശരീര. അന്തസ്സുള്ള എന്ത് ജോലിയും ചെയ്യും. അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും എന്റെ ശീലമല്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കുകയായിരുന്നു തിരിച്ചു വന്നൊന്ന് കാണാൻ. ജീവിച്ചിരുന്നേ എന്റെ അച്ഛനും ഈ പ്രായമായിരുന്നേനെ. അങ്ങനെ ഒരാളോട് ദേ, അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. ഗുഡ് നൈറ്റ്. കൊള്ളാല്ല. ഇതിനിടയ്ക്ക് ആളെപ്പ റെഡിയാക്കി. ഞാൻ തയ്യാർ. നിങ്ങളോ? ഇപ്പൊ പിടികിട്ടി. എന്നെ പോലെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടവരാണല്ലേ. ഞാൻ ഇപ്പൊ ഒരു ഗുളിക കൊടുത്തിട്ട് പോന്നേ ഉള്ളൂ. സാരമില്ല, കൊടുത്തോ. പിന്നെ അയാളുടെ കയ്യിൽ ഒരു പൊട്ട തോക്കുണ്ട്, സൂക്ഷിച്ചോ. ആഹാ, കൈപ്രയോഗം ഉണ്ടല്ലേ. കൊടുത്തോ കൊടുത്തോ. അങ്ങനെ തന്നെ. നമ്മൾ തല്ലുമ്പോ ഒരാളുടെ പ്രായം കൂടി കണക്കിലെടുക്കണം. വലിയ വലിയ ഇടിയെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു ഇടിയായിട്ട് ഇടിക്ക്. ആള് വടിയായ തൂങ്ങും. ഇതാണ് പറയുന്നത്, നാക്കിന് സൈലൻസർ പിടിപ്പിക്കണം. അവന്മാരോട് ചോദിച്ചു വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊരു ഗുണപാഠമായിരിക്കണം. ഇനി ആരെയും വേദനിപ്പിക്കരുത്. ഗുഡ് നൈറ്റ്. ഒന്നിന്നേ ഇവിടെ വന്നു പോയിട്ട്
ഒരാൾ തിരിച്ചു വരുന്നത് ആദ്യമായിട്ടാ. സ്വന്തം അഭിമാനത്തിന് മുറിവേറ്റപ്പോൾ നീ ചോദിക്കാൻ വന്നു. നിന്നൂടെ നിനക്കെന്റെ വലം കൈയായിട്ട്. ആ, എന്നിട്ട് വേണം വലം കൈയുടെ ആദ്യത്തെ ജോലി അലമാരേന്ന് ഗ്ലാസും പച്ചക്കുപ്പി എടുക്കുക. കുടിച്ച് ഫിറ്റാവുമ്പോ ആകാശത്തേക്ക് തോക്കെടുത്ത് ഉണ്ടവിട്ട് ഇറങ്ങി പോടാന്നൊക്കെ പറയുക. വേറെ ആളെ നോക്കിയാ മതി മാഷേ, നമ്മളെ വിട്ടേക്ക്. നോക്ക്, ഞാൻ എന്റെ ഉള്ളു തൊട്ട് പറയുക, നിന്നെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഒരാളെയാ ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ഓ, നിന്റെ ഒരു വാക്കാണ് എനിക്ക് വേണ്ടത്. യെസ് ഓർ നോ? യെസ്. വേഷം ഇത് പോരാ, മാറണം. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇത്. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്ത് പലാക്ഷൻ. യാത് തന്റെയാണ് എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്ത് പലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിട. സത്യം പറ, സാർ രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 150 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്ന്? യും മീനും. കഴുത്തിന്ന് വിട്. വണ്ടിയല്ല തലതിരിഞ്ഞ് പോണ്. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. തമിഴ് എന്നപ്പടി പോ. ഈ സ്വീകരണമല്ല നീ ഏർപ്പാടാക്കിയതാണ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹായ്, ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദേ വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ? ദേ ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് വിശ്രമിക്കാം.